ഗുഡ് ഈവനിംഗ്. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഇതുവരെ വന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ്. വാർത്താമഴയിൽ അല്പം മുമ്പാണ് മുൻപം വിഷയത്തിൽ സർക്കാരിന്റെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിന്റെ തീരുമാനം പുറത്തു വന്നത്. മുൻപം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരാണ് കമ്മീഷൻ. കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കില്ല. പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ നോട്ടീസ് നൽകരുതെന്നും വഖഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു. അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു വിശദാംശങ്ങളുമായി. സലീം, താൽക്കാലികമായി ഒരു ആശ്വാസം എന്തെങ്കിലും വിശേഷിപ്പിക്കാനാകുമോ ഇന്നത്തെ ഈ തീരുമാനത്തെ? സങ്കീർണമായ നിയമപ്രശ്നങ്ങളുണ്ട്, അവിടെയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നത്. പക്ഷേ സമരസമിതി ഇപ്പോൾ തന്നെ ആ തീരുമാനത്തോട് നിരാശാജനകമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഗോകുൽ, ഈ വിഷയത്തിൽ ഒരു താൽക്കാലിക ആശ്വാസമെന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ അത് ആ സമരം ചെയ്യുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നിലവിലെ ഈ തീരുമാനം അതൊരു യുക്തിസഹമായ തീരുമാനം എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. അതിന് കാരണം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതിന്റെ കാരണം മന്ത്രിമാർ ഉൾപ്പെടെ വിശദീകരിക്കുന്നത് ഇന്നൊരു യോഗത്തിന് ശേഷം അവിടുത്തെ ഭൂമിയുടെ അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈകാരികതയുടെ പേരിൽ തന്നെ ഇവർക്ക് ആ മുഴുവൻ അവകാശങ്ങളും പതിച്ചു നൽകുകയോ മറ്റോ ചെയ്താൽ വീണ്ടും കോടതിയിലേക്ക് പോകാനും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ആശ്വാസത്തിനപ്പുറം ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ സമരം ചെയ്യുന്ന നിലവിലുള്ള അവിടുത്തെ തദ്ദേശീയർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ഈ നിലയിലൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിന് ശേഷം കൃത്യമായി പഠിച്ച് അവിടുത്തെ പഠനം നടത്തിയതിനു ശേഷം അതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് കോടതിയിലേക്ക് ഉൾപ്പെടെ സമർപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. മാത്രമല്ല അത് അനന്തമായി വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും സർക്കാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമരം ചെയ്യുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. നിലവിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ വളരെ വേഗത്തിൽ തന്നെ ഈ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 3 മാസമാണ് സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ റിപ്പോർട്ട് നൽകുകയും അതിനുശേഷം ഈ റവന്യൂ ഭൂമി അല്ലെങ്കിൽ ഈ റവന്യൂ അധികാരം എങ്ങനെ ഈ തദ്ദേശീയരിൽ നിന്ന് പോയി കൈമാറ്റപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഭൂമി ആരുടേതായിരുന്നു, അതെങ്ങനെ വഖഫിന്റെ പേരിലേക്ക് വന്നു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ, അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയ ആരെയും കുടിയൊഴിപ്പിക്കില്ല, നിലവിൽ ഇനി ആർക്കും നോട്ടീസ് നൽകില്ല എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ശരി സലീം, ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് സർക്കാർ വിശദീകരിക്കുകയാണ്. പക്ഷേ മുൻപം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം തള്ളുകയാണ് സമരസമിതി. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത് പ്രശ്നപരിഹാരം നീണ്ടുപോകാനിടയാക്കും. വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും സമരം അവസാനിപ്പിക്കില്ലെന്നും സമരസമിതി വ്യക്തമാക്കി. മുൻപത്ത് പ്രദേശവാസികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന റവന്യൂ അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയല്ലേ? അപ്പോൾ അത് എന്താണത്? ഞങ്ങളെ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്ത് ഇത്രയും 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നു. വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് ഇത് പുനർപരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധമാണ്. ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വഖഫിന്റെ അസറ്റിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. നിതിൻ അംബുജനുണ്ട് വിശദാംശങ്ങളുമായി മുനമ്പത്ത് നിന്ന്. നിതിൻ, ഈ സർക്കാർ പറയുന്നത് ശാശ്വതമായ പരിഹാരം, ഇനി ഒരു നിയമതർക്കത്തിലേക്ക് പോകാത്ത തരത്തിലുള്ള പരിഹാരമാണ് മുനമ്പത്ത് ലക്ഷ്യമിടുന്നതെന്ന്. പക്ഷേ 2.5 വർഷമായി ഭൂമിക്ക് അവകാശമില്ല. ചികിത്സ, വിദ്യാഭ്യാസത്തിനടക്കം ഒരു ലോൺ എടുക്കാൻ പോലും ആവാത്ത മനുഷ്യർക്ക് ഈ തീരുമാനം ഉൾക്കൊള്ളാനാവുന്നില്ല. എന്താണ് സമരസമിതിയുടെ തുടർ പരിപാടികളുടെ പദ്ധതി? ഗോകുൽ, ഒരു താൽക്കാലിക പരിഹാരത്തിനപ്പുറം ശാശ്വത പരിഹാരത്തിലേക്ക് പോകേണ്ട നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്നാണ് മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്നത്. അതിൽ ചില കാലതാമസം ഉണ്ടാകുമെന്ന നിലയിൽ തന്നെയാണ് മന്ത്രിമാരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സമരക്കാർ നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്താണ്. മുനമ്പത്ത് വൈകിട്ട് 5 മണിക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ മന്ത്രിമാരുടെ സർക്കാരിന്റെ നിലപാട് കണ്ടതിനു ശേഷം പന്തംകൊളുത്തി പ്രകടനമടക്കം ഇവിടെ നടന്നിരുന്നു. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനിൽ ആശങ്കയാണ് ഇപ്പോൾ ഈ സമരക്കാർ അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ
ഏതാനും വർഷങ്ങളായി കരമടച്ച് കഴിഞ്ഞ ഭൂമിയിൽ വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ എന്തിനു നിയോഗിക്കണം എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. 2.5 വർഷമായി റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. അങ്ങനെ ഒരു താൽക്കാലിക പരിഹാരത്തിനപ്പുറം ശാശ്വത പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഇവരുടെ ഭൂമി ഒഴിവാക്കി അങ്ങനെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് എന്ന് സർക്കാർ തയ്യാറാകുമോ അതുവരെ സമരം തുടരും എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നാളെ സമരസമിതി യോഗം ചേർന്ന് തീരുമാനിക്കും. അതുവരെ സമരവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നേരത്തെ തന്നെ മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പ്രതിഷേധക്കാരെ കാണുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒരു സൗഹൃദ സന്ദർശനമല്ല തങ്ങൾക്ക് വേണ്ടത്. പകരം ഈ വിഷയത്തിൽ നിന്ന് സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഒരു പരിഹാര മാർഗത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് ആ ഒരു കാര്യത്തിലൊരു ആശങ്ക എന്തായാലും ഇപ്പോൾ ഈ സമരസമിതി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജുഡീഷ്യൽ കമ്മീഷനെ വീണ്ടും വെച്ചുകൊണ്ട് അനന്തമായി നീളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ നടപടി. കഴിഞ്ഞ 41 ദിവസമായി ഇവർ വലിയ ആശങ്കയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ 41 ദിവസമായി ഇവർ സമരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് സർക്കാർ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന ഒരു നിലപാടിലേക്ക് സമരസമിതിക്ക് ഇന്നത്തെ സർക്കാരിന്റെ നിർദ്ദേശവും തീരുമാനവും സ്വീകാര്യമല്ല. ജുഡീഷ്യൽ കമ്മീഷനല്ല, അടിയന്തരമായ നടപടിയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള നടപടികൾ വേണമെന്നതാണ് അവരുടെ ആവശ്യം. നാളെ യോഗം ചേർന്ന് തുടർ സമര പരിപാടികൾ അവർ തീരുമാനിക്കുകയും ചെയ്യും. നിതിൻ അംബുജനും സലീം മാലിക്കുമാണ് വിവരങ്ങൾ നൽകിയത്. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരളപ്പോര് പവേർഡ് ബൈ കേരളം മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ഓരോ വോട്ടും കൂട്ടിയും കിഴിച്ചും കാത്തിരിക്കുകയാണ് പാലക്കാട്ടെ 3 മുന്നണികളും. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പല അവകാശവാദങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം മാറി മറിഞ്ഞേക്കുമെന്ന ആശങ്കയും എല്ലാവർക്കുമുണ്ട്. പാലക്കാട് എന്നുള്ള റിപ്പോർട്ടിലേക്ക്. കൂട്ടിക്കിഴിക്കലുകളും വിലയിരുത്തലുകളുമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പുറത്തു വലിയ ആത്മവിശ്വാസമെങ്കിലും ചിലയിടത്ത ചങ്കിടിപ്പ് ഏറെയാണ്. കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. UDF കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടുന്നത്. കോൺഗ്രസിന് കണക്ക് കൂട്ടാൻ എവിടുന്നാണ് ഈ കണക്കെന്നാണ് എൻ്റെ ചോദ്യം. വായുവിൽ എഴുതി കൂട്ടുന്ന കണക്ക് കുറെ കണ്ട ആളാണ് ഞാൻ. ഇത്തവണ പോൾ ചെയ്ത ഇടതുപക്ഷാഭിമുഖ്യമുള്ള 46,000 വോട്ടും ഈ 6,000 വോട്ടും കൂടി കിട്ടുമ്പോൾ എൻ്റെ കണക്കും ജനങ്ങളുടെ മനസ്സിലെ കണക്കും ഒക്കെ ശരിയാവുകയാണ്. ഭൂരിപക്ഷം പറയാനില്ലെങ്കിലും നാളെ പകൽ പാലക്കാട് UDF ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ പോളിംഗ് കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റുകളുണ്ടല്ലോ, കോൺഗ്രസ് UDF പോക്കറ്റുകളിൽ വളരെ കൃത്യമായി ഉയർന്ന പോളിംഗ് നിൽക്കുന്നുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ പാർട്ടിക്കകത്ത് കാൻഡിഡേച്ചറിനോടോ പാർട്ടികളോടുള്ള ആൻറ്റി വോട്ട്സ് ഇല്ലാത്തത് നമുക്ക് മാത്രമാണ്. പൊളിറ്റിക്കൽ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ 6,000 വോട്ടുകൾ കൂടി ലഭിക്കുമെന്നാണ് NDA പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന നേതാക്കൾ. ഭാരതീയ ജനതാ പാർട്ടി 100% ജയിക്കും. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ചില കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യൽ വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏതാണ്ട് 6,000-7,000 വോട്ട്, അതിലൊരു കാര്യമായ ഒരു സംഖ്യ ഭാരതീയ ജനതാ പാർട്ടിക്ക് എക്സ്ട്രാ ആയിട്ട് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ബൂത്ത് കണക്കുകൾക്കപ്പുറം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന നേതൃത്വങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പെട്ടിപ്പൊട്ടും വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. 24 പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. കുറഞ്ഞത് 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് BJPയുടെ സംഘടനാ കെട്ടുറപ്പിനെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തതെന്നും C കൃഷ്ണകുമാർ 24നോട് പറഞ്ഞു. പാലക്കാട് നിന്ന് പ്രജിൻ C കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാടിന്റെ നെഞ്ചെടുപ്പേറുന്ന മണിക്കൂറാണ് കടന്നു പോകുന്നത്. ഒരു കടുത്ത ത്രികോണ മത്സരം ഇവിടെ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ കൃഷ്ണകുമാറിനോടൊപ്പം ഉണ്ട്. കൃഷ്ണകുമാർ അങ്ങനെ നിയമസഭയിലേക്ക് എത്തുന്നത് ഉറച്ചു പറയുന്നു. എന്തുകൊണ്ട് അത്തരം ആത്മവിശ്വാസം? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് 180 ബൂത്തിലും അതിനായിട്ട് ഞങ്ങൾ പ്രത്യേക ഒരു പ്രവർത്തനം തന്നെ നടത്തിയിരുന്നു. അവസാന നിമിഷം വരെ ഞങ്ങളുടെ പ്രധാന ഭാരവാഹികൾ അത് മോണിറ്റർ ചെയ്യാനും ഏതെങ്കിലും ബൂത്തുകളിൽ അത് പോൾ ചെയ്യാൻ കുറവുണ്ടെങ്കിൽ അത് പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം. അപ്പോൾ നാളെ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഫലം അറിയാൻ. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ്? ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള വോട്ടുകൾ മാത്രം വെച്ച് 5,000 പ്ലസ്സാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ്. അത് പാർട്ടിയെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്? അതൊന്നും ഞങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താ,
കർണകി നഗർ മൂത്താന്തറ ഭാഗത്ത് ആണ് എൻ്റെ അമ്മയുടെ വീട്. നുണപ്രചാരണമായിരുന്നു. ആ പ്രദേശത്ത് യാതൊരു ബന്ധവുമില്ല. അതിന് 55-60 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്. അവിടെ വലിയ തോതിലുള്ള കുറവ് വരും. അവിടുത്തെ നഗരസഭയിൽ 5-6 കൗൺസിലർമാർ പാർട്ടി വിടും. ഒരു ആൾ പോലും വീടില്ല, ഒരു ഇല പോലും കൊഴിഞ്ഞു വീണില്ലല്ലോ. മറിച്ച് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള പോളിംഗാണ് ആ പ്രദേശങ്ങളിൽ നടന്നത്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറാണ് പ്രതികരിച്ചത്. വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ് ഇത്തവണ പാലക്കാട്. ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ കുത്തകകളുടെ കടന്നുവരവ് ചെറുകിട സ്ഥാപനങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ഫ്ലവേഴ്സ് TV MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ കൊച്ചിയിൽ കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു R. ശ്രീകണ്ഠൻ നായർ. ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തരഫലവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിലായിരുന്നു പരാമർശം. സമീപനാളുകളിൽ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ മാറ്റങ്ങൾ ചെറുകിട കേബിൾ സ്ഥാപനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കേബിൾ രംഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സമഗ്ര ചർച്ചയായിരുന്നു കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ 22ാമത് മെഗാ കേബിൾ ഫെസ്റ്റിവലിൽ നടന്നത്. ചെറുകിട സ്ഥാപനങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും. ഈ ലയനം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് ജിയോയ്ക്കും അതുപോലെ ഡിസ്നിക്കും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ വലിയ സ്ഥാപനങ്ങൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഈ അരയാലിന്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ ചെറിയ മരങ്ങൾ പട്ടുപോകും എന്ന് പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും. ഡിസ്നിയുടെയും ജിയോയുടെയും ലയനം ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന വിലയിരുത്തൽ സെമിനാറിലുണ്ടായി. സെമിനാറിന് KCCL CEO പത്മകുമാർ നേതൃത്വം നൽകി. കോണ്ടന്റ് ഡെവലപ്മെന്റിൽ വലിയൊരു ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ പോവുകയാണ്. കാരണം ഇത്രയും പണം കണ്ടന്റ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പം ഒരു സൈഡിൽ കൂടെ ഇത് ഈ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ഒരു വശത്തിലൂടെ ഇത് ഒരു പവർ കോൺസെൻട്രേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സെമിനാറിൽ ടൈംസ് നൗ സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, നെക്സ്റ്റ് ഡിജിറ്റൽ CEO NK റൌസ്, ന്യൂസ് മലയാളം ചെയർമാൻ ഷക്കിലൻ, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, MD PP സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. 24 കൊച്ചി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC-ക്ക് ജയത്തുടക്കം. ആവേശകരമായ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളിന് ശ്രീനിധി ഡക്കാനെ തോൽപ്പിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലാണ് ഗോകുലത്തിന്റെ ജയമുറപ്പിച്ച ഗോളുകൾ. കിരീടം വീണ്ടെടുക്കാനെത്തിയ ഗോകുലത്തിന് മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. 3ാം ഐ ലീഗ് കിരീടത്തിനൊപ്പം ISL പ്രൊമോഷൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തവണ സീസണിൽ ഗോകുലം കേരള മത്സരിക്കുന്നത്. ഇതോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു.